മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ അക്രമത്തിൽ പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട്. ആക്രമണത്തിന് പിന്നിൽ പോലീസ് ഗൂഢാലോചന ഉണ്ടെന്നാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. CPIM പ്രവർത്തകർക്കും നേതാക്കൾക്കും പ്രതിഷേധം നടത്താൻ പോലീസ് ഒത്താശ നൽകിയെന്ന് ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. അക്രമത്തിന് ശേഷം ഒളിവിൽ പോയ ഒരു പ്രതിയെ കൂടി കോട്ടയത്ത് നിന്ന് പോലീസ് പിടികൂടി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8ആയി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നാണ് ഇന്റലിജൻസ് കണ്ടെത്തൽ. അക്രമത്തിന് പോലീസ് ഒത്താശ ഉണ്ടായിരുന്നു. അക്രമം നടക്കുമ്പോൾ നല്ലൊരു ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരും കാഴ്ചക്കാരുടെ റോളിലായിരുന്നു. പ്രതിഷേധത്തിന് സഹായം നൽകിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്ന വോയിസ് ക്ലിപ്പും ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ പ്രമുഖനായ നേതാവിന്റെ വീട്ടിൽ ED പരിശോധന നടക്കുമ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോ IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരോ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാതിരുന്നത് ഗുരുതര വീഴ്ചയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുൻ CPIM കൗൺസിലർമാരാണ് അക്രമം ആസൂത്രണം ചെയ്തത്. മുൻ കൗൺസിലർമാരായ ഉണ്ണികൃഷ്ണൻ, IP ബിനു എന്നിവരാണ് അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. മ്യൂസിയം SHO 10 വർഷമായി സ്പെഷ്യൽ ബ്രാഞ്ചിലായിരുന്നു. ഇദ്ദേഹത്തിന് അടുത്ത കാലത്തൊന്നും പ്രതിഷേധം കൈകാര്യം ചെയ്ത അനുഭവ പരിചയമുണ്ടായിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായത് സ്വാഭാവിക പ്രതിഷേധമാണെന്നും പ്രവർത്തകരെ നിയന്ത്രിക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്നും CPIM നേതാവ് V ശിവൻകുട്ടി പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഒരു കാരണവശാൽ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഉദ്ദേശമില്ലേ. പാർട്ടി ഓഫീസ് കയറി റെയ്ഡ് ചെയ്തും നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കിയും CPMനെ തകർക്കാൻ വേണ്ടി നോക്കിയാൽ അത് ഒരു കാരണവശാലും വകവെച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം സൂചിപ്പിക്കുക. ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്ന് BJP നേതാവ് V മുരളീധരൻ MLA ആരോപിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ചയല്ലേ. ആഭ്യന്തര വകുപ്പ് തിരുവനന്തപുരത്ത് ബേക്കർ ജംഗ്ഷനിൽ ഇത്രയും വലിയൊരു ആക്രമണം രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുക എന്ന് പറഞ്ഞാൽ കേരള പോലീസ് എവിടെ പോയി ഒളിക്കുക? തൊട്ടപ്പുറത്തുനിന്ന് നന്ദാവനം ക്യാമ്പിൽ 100 കണക്കിന് പോലീസുകാർ വെറുതെ ഇരിക്കുകയല്ലേ. CMRL MD ശശിധരൻ കർത്തയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് CPM അക്രമം അഴിച്ചുവിട്ടതെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയെയും ഇന്റലിജൻസ് മേധാവിയെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വീട്ടിലേക്ക് വിളിച്ചുവരുത്തി വിശദീകരണം തേടി. അക്രമികളെയെല്ലാം ഉടനടി അറസ്റ്റ് ചെയ്യണമെന്ന് ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചു. പോലീസ് വീഴ്ച പരിശോധിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി മാധ്യമങ്ങളോട്. തീർച്ചയായിട്ടും ഇതിൽ ഈ സംഭവത്തിന് നമ്മൾ നോക്കാം, അതിലേക്ക് ആവശ്യം നമ്മൾ സ്വീകരിക്കുന്നത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണിക്കാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഒളിവിൽ പോയ പ്രതി അമലിനെ കോട്ടയത്ത് നിന്ന് പോലീസ് പിടികൂടി. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 8ആയി. തിരുവനന്തപുരം സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചിയിലെ ED ഓഫീസിന് സുരക്ഷ ശക്തമാക്കി. CISF സുരക്ഷയ്ക്ക് പുറമെ 25ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ അധികമായി വിന്യസിച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.